പിന്നെ അത് നോക്കുകയാണെങ്കിൽ the table below gives information about the international students studying in higher education in United Kingdom 2010 to 11. Summarize the information by selecting and reporting the main features and make comparisons where relevant. Make comparisons where relevant എന്ന് നമ്മുടെ ഒരു ടാസ്ക് ആണ്. രണ്ടാമത്തെ ടാസ്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ടാസ്ക് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ് ആണ്. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ മുമ്പിലുള്ള സംഭവം ഇതാണ്. അത് നോക്കാം. നമ്മളപ്പോ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. EU സ്റ്റുഡൻസ്. കാരണം ഇത് നമ്മൾ ഇരുന്ന് ഇങ്ങനെ കൃത്യമായിട്ട് വായിക്കാൻ കാരണം നമ്മൾ ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം where we want to go. അപ്പോ ഇത് നോക്കുക. EU സ്റ്റുഡൻസ്, പിന്നെ നോൺ EU സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ബിലോ ഇൻഫർമേഷൻ അബൌട്ട് ഇന്റർനാഷണൽ സ്റ്റഡിങ് ഹയർ എഡ്യൂക്കേഷൻ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, ലെവൽ ഓഫ് സ്റ്റഡി, postgraduate research, postgraduate thought, postgraduate other, first degree, other undergraduate, full-time, part-time, total, full-time, part-time, total. അപ്പൊ ഇത് നോൺ EU സ്റ്റുഡൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് EU സ്റ്റുഡൻസിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്പറിലേക്ക് നോക്കാം. 10,000, 3,000, 13,000. ഓക്കെ, ടോട്ടൽ ആണെങ്കിൽ 24,000, 7,000. പോസ്റ്റ് ഗ്രാജുവേറ്റ് അതാണെങ്കിൽ 1,900, 2,805. അത് പാർട്ട് ടൈം, ഇത് ഫുൾ ടൈം. പാർട്ട് ടൈം, ഫുൾ ടൈം, ഇത് ടോട്ടൽ എമൗണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് ടൈമിന് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ രണ്ടിനോട് കൂടി ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോൺ EU സ്റ്റുഡൻസ് ഔട്ട്സൈഡ് ഓഫ് യൂറോപ്യൻ യൂണിയൻ 29,000, 128, 6, 8, 114, 19 അതിന്റെ ടോട്ടല്. അപ്പൊ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ 2010 തൊട്ട് ഒരു അക്കാദമിക് വർഷത്തെ കൊടുത്തിരുന്നു കേട്ടോ. ഒരു അക്കാദമിക് വർഷം 2010 തൊട്ട് 11 വരെ ഒറ്റ അക്കാദമിക് വർഷത്തെ കോഴ്സുകൾ. അപ്പൊ ഇവിടെ കോഴ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡില് ലെവൽ ഓഫ് സ്റ്റഡി, അതിന്റെ ഫുൾ ടൈം ഉണ്ട്, പാർട്ട് ടൈം ഉണ്ട്, ടോട്ടൽ ഉണ്ട്, ഫുൾ ടൈം, പാർട്ട് ടൈം, ടോട്ടൽ, നോ യൂണിറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ അത് എന്തൊക്കെ കാണാൻ പറ്റും നോക്കിയേ. ഒരു 10 പോയിന്റ് എടുക്കാൻ പറ്റും നോക്കിയേ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ചിന് പാർട്ട് ടൈമിന് 3,000 വരെ ഉള്ളൂ, ഫുൾ ടൈമിന് 10,000 ഉണ്ട്. അതിൻ്റെ അകത്ത് റിസർച്ചിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നോൺ EU എന്ന് വന്നേക്കണത് 25,000. ആകെ മൊത്തം നോക്കി തന്ന എല്ലാത്തിനും നോൺ EU സ്റ്റുഡൻസ് ആണ് ഏറ്റവും ഹൈ ആയിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും ഹൈ ആയിട്ട് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. അത് നല്ല അത് നോക്കി എടുക്കാവുന്ന ഒരു പോയിന്റ് ആണ്. വെരി ഗുഡ് പോയിന്റ്. ഫുൾ ടൈമിന്, പാർട്ട് ടൈമിനോ? പാർട്ട് ടൈമിനും നോൺ EU സ്റ്റുഡൻസ് തന്നെയാണ് അല്ലേ? അതെ, പാർട്ട് ടൈം നോൺ EU സ്റ്റുഡൻസ് ആണ്. ഫുൾ ടൈമിനും മൊത്തത്തിലേക്ക് നോൺ EU സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇത്രയും കോഴ്സിന്റെ അകത്ത് EU സ്റ്റുഡൻസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാ? ഫസ്റ്റ് ഡിഗ്രി അതല്ലേ? നോൺ EU സ്റ്റുഡൻസിന് അത് തന്നെയാണ് അല്ലേ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഔട്ടാന്ന് തോന്നുന്നു. 113. അതന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് നോൺ EU സ്റ്റുഡൻസിന്. സോറി. ഓക്കെ, ഇതിന്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും കുറവ് സ്റ്റുഡൻസ് ഏതാ നോക്കിയേ. അത് നോൺ യുക്ക് ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് 3,000. അത് പാർട്ട് ടൈം അല്ലേ? സോറി, 2,000 പോസ്റ്റ് ഗ്രാജുവേറ്റ് അതർ എന്നാന്ന് തോന്നുന്നു നോൺ യുക്ക്. മറ്റേ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതെ അത് രണ്ട് സെയിം അല്ലേ? സെയിം ആണ്. അതിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് അത് അതിനാന്ന് തോന്നുന്നു ലീസ്റ്റ്. Okay. Focusing on data, observing key points and structuring the information. വേറെ 2 പോയിന്റ് എടുത്ത് നോക്കിയാൽ എന്റെ അർത്ഥം. പിന്നെ പക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പക്ഷെ പാർട്ട് ടൈമിനാണെങ്കിൽ പഠിക്കാൻ ആള് കൂടുതലാണ് രണ്ടിലും. ഫുൾ ടൈമിന് ആള് കുറവ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും ഏറ്റവും കൂടുതലും കുറവും പറഞ്ഞു. പിന്നെ ഓക്കെ, നമുക്കൊന്ന് തപ്പി നോക്കാം എന്തൊക്കെ പോയിന്റ് അവ എടുത്താൽ നോക്കാം.
This is a difficult task for many reasons. Candidates are usually well prepared for the line, bar, pie chart, but are less well prepared for table of data. The later are the harder to visualize and the quantity of data can be overwhelming. It is therefore. Therefore, our sentence cut it therefore. So we got off. Vital that you spend about 3 minutes making sure you have understood all data, noting the 5 categories and looking the totals of this category, especially overall totals will appear in the final row. You must then decide what are the essential points you need to mention. There are several areas of comparison. The major points of comparison between European Union and non-European Union. Both are individual courses, the total overall numbers. You can then make some comparison between full-time and part-time students. Okay. A failure to plan carefully will probably result in a confused, poorly sequenced test. This will be especially true if you try to use too many numbers from one table. Remember, also there is no change over time, so words indicating increase or decrease would be quite wrong. അപ്പോൾ നമുക്ക് ഇനി സിനോണിമസ് മാത്രം പഠിച്ചാൽ പോരാ, സാഹചര്യങ്ങളനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം അല്ലേ? It is important that the language for comparison you use is accurate and varied, backed up by an adequate amount of numeric data. In terms structuring the information, it would be wise to group types postgraduate courses together, one paragraph ideal with the undergraduate course another. It will be sensible to use the final row about the overall total number of students as the separate paragraph, maybe some concluding paragraph. ആദ്യത്തെ എടുത്തിരിക്കുന്നതാണ് ഈ വര എഴുതുന്ന ബ്ലൂട്ടിന്. യൂഷ്വലി ഫുൾ ടൈമേഴ്സ് ഔട്ട് നമ്പർ പാർട്ട് ടൈമേഴ്സ്. ആ വാക്ക് ശ്രദ്ധിച്ചോ, ഔട്ട് നമ്പർ. ഓക്കെ, നീല വരയിൽ കൊടുത്തിരിക്കുന്ന ഇപ്പൊ ഈ കോളം എവിടെയാ നോക്കിയാൽ ഈ കോളം കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഈ പോയിന്റിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഈ കോളം കൊടുത്തിരിക്കുന്നത് ഈ പോയിന്റ്. ഈ 2 കോളത്തെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി ഫുൾ ടൈമേഴ്സ് ഔട്ട് നമ്പർ പാർട്ട് ടൈമേഴ്സ്. 2 കോളത്ത് നോക്കുമ്പോൾ. രണ്ടാമത്തെ ഇൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് അതർ അണ്ടർ ഗ്രാജുവേറ്റ് പാർട്ട് ടൈമേഴ്സ് എക്സീഡ് ഫുൾ ടൈമേഴ്സ്. ഈ 2 കോളവുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. In all courses, non-EU students exceed EU students. അതെവിടെയാ? ഈ ടോപ്പിക്കിന്റെ അകത്താ അല്ലെ? ഇത് ടോട്ടൽ നമ്പറിന്റെ അകത്ത് നോക്കുമ്പോ എല്ലാ കോഴ്സുകളിലും എക്സീഡ് ചെയ്യിക്കാണ്. അടുത്ത് നോക്കിയേ, നോൺ EU സ്റ്റുഡൻസ് ആർ മോർ ദാൻ ഡബിൾ EU സ്റ്റുഡൻസ്. കണ്ടോ അവര് പോയിന്റ് തന്നെ ആ ഒരു മെത്തേഡ് കണ്ടോ? ആ ഒറ്റ വാക്കാണ് ഇത് ഇമ്പോർട്ടന്റ്, ഡബിൾ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മോർ ദാൻ എന്ന് പറയാം, ബട്ട് ദേ ആർ യൂസിങ് ദാറ്റ് ട്രിക്കി വേർഡ് ദർ. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് അവർ അതിനകത്ത് പുറത്തെടുത്തേക്കണത്. അപ്പൊ നമുക്കിപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്തൊക്കെ പോയിന്റ് എടുക്കണം വരും. മോഡൽ ആൻസർ: ദ ടേബിൾ ഗീവ്സ് നമ്പർ ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഹൂ സ്റ്റഡീഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഡ്യൂറിംഗ് അക്കാദമിക് ഇയർ. ഓക്കെ, not to come from European Union community. This type of study undertaken and whether they studied full time or part time. നമുക്ക് നോക്കാം. നമ്മള് ചിന്തിച്ച ഉത്തരം കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബട്ട് നമുക്ക് ആ സിമിലർ ആയിട്ട് എന്തെങ്കിലും ഉത്തരം കണ്ടു നോക്കിയാൽ മതി കേട്ടോ. കാരണം ഡിഫറെന്റ് ആൾക്കാരും ഡിഫറെന്റ് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആ ലാംഗ്വേജ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആ ഡാറ്റയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന മുമ്പ് തന്നെ. For postgraduate students, for as a whole, comma, the number of EU students was always greater than the number of non-EU students are greater than number of the EU students.
ഇത് അവരാ സെന്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന സെന്റൻസ് കട്ട് ചെയ്തിട്ട് ആ 4 അത് കൊടുത്തിരിക്കുന്നത്. മറ്റേ പാർട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് യൂറോപ്യൻ യൂണിയൻ സ്റ്റുഡൻസ് നോ വാസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് യൂറോപ്യൻ യൂണിയൻ സ്റ്റുഡൻസ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അസ് ഓൾ. അത് കട്ട് ചെയ്തിട്ട് അവർ മറ്റേ പാർട്ട് ഇട്ടേക്കുക. അങ്ങനെ ഒരു ട്രിക്കാണ് നമ്മൾ ഇന്നലെ കണ്ട എസ്സേയിലും കണ്ടോ. ആ പ്രിപ്പോസിഷൻ കഴിഞ്ഞ് വന്ന സംഭവം ഒരു പ്രിപ്പോസിഷൻ ഓഫ് ഫ്രേസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇടാം. അതൊരു ട്രിക്കാണ്. ഇതിനകത്ത് മിക്ക എസ്സേയിലും കാണുന്ന ഒരു മെത്തേഡാണ് അത്. അടുത്ത് നോക്കുക. ഫോർ ദോസ് ഡൂയിങ് റിസർച്ച് there are more than twice many non-EU students compared to EU students. ആ നമ്പർ കൊടുത്താണ്. ആ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സെന്റൻസിനെ ഉണ്ടാക്കിയത്. അതായത് നമ്മൾ ഇന്നലെ കണ്ട പോലെ പെർസെന്റേജ് ആണോ നമ്പർ ആണോ, വി ഹാവ് ടു ഷോ ദം. അത് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സെന്റൻസാ. പക്ഷെ ആ സെന്റൻസും അവര് ഫോർ ദോസ് ഡൂയിങ് റിസർച്ച് എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള സംഭവം കട്ട് ചെയ്തിട്ട് അവർ അങ്ങോട്ട് ഇട്ടേക്കുന്നത് അല്ലെ. എന്നിട്ട് അവരൊരു ബാസ്കറ്റ് വെച്ചേക്കുക. വൈൽ ഫോർ ദോസ് സ്റ്റുഡൻസ് ഹു were taught at postgraduate level, there are more than 4 times many European Union students than EU students. ഒരു നമ്പർ പറയാൻ വേണ്ടിയാണ് ഇത്ര സംഭവം ചെയ്തത്. അറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആ പ്രപ്പോസിഷനിലാ കണ്ടോ. അറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ the number of the full-time students exceeded number of the part-time students for non-EU and EU students except for other postgraduates. അത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിന്റെ പ്രത്യേകമാണ്. നമ്മൾ കഴിഞ്ഞ 3 എസ്സേയിലെ കണ്ടതിലെ എല്ലാ വൊക്കാബുലറി പഠിച്ചാലും ഈ എസ്സേ എഴുതാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ്. സിമിലർലി നമ്മൾ ഇന്നലെ കണ്ടാണ് there were approximately 1.5 times more non-EU students studying for a first degree compared to EU students. അതൊരു കമ്പാരിസൺ നമ്മൾ ഇത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കമ്പയർ ടു ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. once again, full-time students dropped the number of the part-time students for both non-EU and EU. The other undergraduate category was only other level of this study. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനിതാ. അതായത് ഇവിടെ ഈ അതറിന് ഇൻവേർട്ടർ കോമ ഉണ്ടായിരുന്നോ, അതുപോലെ ഈ അതർ അണ്ടർ ഗ്രാജുവേറ്റിനെ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഇൻവേർട്ടർ കോമ കൊടുത്തിരിക്കുക. നമ്മളത് മറ്റേതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ട്രിക്കി സാധനം. അത് കാറ്റഗറി വാസ് ദ ഓൺലി അതർ ലെവൽ ഓഫ് സ്റ്റഡി വേർ പാർട്ട് ടൈം ഈസ് ഔട്ട് നമ്പേർഡ്. അത് നമ്മൾ കാണാത്ത വൊക്കാബുലറിയാ. ഈ ഔട്ട് നമ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ എന്നാണോ? ഓവർടേക്ക് ചെയ്യുന്നല്ലേ ഔട്ട് നമ്പേർഡ്. ഔട്ട് വേ എന്ന് പറഞ്ഞാലും കൂടുതൽ വെയിറ്റ് ഉള്ളതല്ലേ. ഇപ്പം full-time students, both non-EU and EU, although. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബാസ്കറ്റ് വെക്കുന്ന സെന്റൻസുകൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബാസ്കറ്റിലാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് അനിതയ്ക്ക് എപ്പോഴും മിസ്സായി പോണത്. കാരണം അവിടെയാണ് അനിതയുടെ ആ റൺ-ഓൺ സെന്റൻസിന്റെ അകത്ത് ഇഷ്യൂ വന്നത്. അപ്പൊ അനിത ഇതിന്റെ ഒപ്പം മറ്റൊരു സെന്റൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനിത ഒരു നോർമൽ സെന്റൻസ് ആഡ് ചെയ്യാൻ പാടില്ല, ബാസ്കറ്റ്. ആ സെന്റൻസിന് പ്രപ്പോസിഷൻ എന്തിനു വെച്ച് ബാസ്കറ്റ് ആക്കി അത് ആഡ് ചെയ്യാം. കാരണം ഒരു സെന്റൻസ് ഒരു മെയിൻ തീം വരാൻ പോകുള്ളൂ. ഓവറോൾ non-EU students were far greater than EU students, both full-time and part-time. The total number of EU students, ആ നമ്പർ അവിടെ വരുത്താൻ വേണ്ടിയാണ് അവര് ആ ഇത്രയും കളിച്ചത്. അപ്പോ ഇത് നമുക്ക് നല്ലൊരു ബേസ് എസ്സേയാ. കാരണം നോവേർ എന്നൊരു ടേബിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കുറെ ടൈപ്പ് ഓഫ് വൊക്കാബുലറി അതിനകത്തുണ്ട്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. സോ റീഡ് ഫ്യൂ ടൈംസ്, കപ്പിൾ ഓഫ് ടൈംസ്. സോ owing to a destiny, the test our 4 paragraph have been created. Introduction paragraph about postgraduate, another about undergraduate, concluding paragraph that deals with the key point
and that number of the EU students is greater than the non-EU students greater than the EU students. പിന്നെ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട മെയിൻ ആയിട്ട് പഠിക്കേണ്ട വൊക്കാബിൾസ് നോക്കിയേ. നോട്ട് ബിക്കോസ് ദർ ഇസ് നോ ഡേറ്റ് ഓർ ടൈം ഫ്രെയിം ഓഫ് ദ ടൈം ഓഫ് ദ ഡാറ്റ. അതിന് ഡേറ്റും ടൈമും ഇല്ല. ഇറ്റ് ഈസ് അക്സെപ്റ്റ് യൂസ് ദ പ്രസന്റ് ആൻഡ് പാസ്റ്റ് ടെൻസ് ത്രൂ ഔട്ട്. അപ്പൊ ടെൻസിന്റെ ഫോം വന്ന് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുള്ളൂ, പക്ഷെ ഇവിടെ എന്തുകൊണ്ട് പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു? കാരണം most graphs and diagrams will be dated, so usually the text is written in past tense. മിക്ക ഗ്രാഫുകളിലും ഡേറ്റ് ഉണ്ടാവും, അതുകൊണ്ട് അത് എപ്പോഴും പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ഇതിൻ്റെ അകത്ത് ഒരു ട്രിക്ക് വന്നുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ പാസ്റ്റ് ടെൻസ് ത്രൂ ഔട്ട് ഉപയോഗിച്ചു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് തെറ്റില്ല, കാരണം ഇവരുടെ ക്ലിയർ ആയിട്ട് ഓർ കൊടുത്തിട്ടുണ്ട്. The use of the respectively is a useful word to use, meaning referring to the order in which I said to them. അതാണ് ആ റെസ്പെക്റ്റീവ്ലി ആൾക്കാർ തന്നെ. Therefore, in the above test refers non-EU students while 13,000 refers EU students. നോക്കുക, likewise the former, the later. ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കാത്ത ഒരു ലാംഗ്വേജാ, മറ്റ് ഗ്രാഫുകൾ നമ്മൾ കണ്ടിട്ടില്ല. Is useful, meaning the first thing I mentioned, the second thing item I mentioned. നമ്മൾ ഈ ഫോർമറും ലേറ്ററും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാണല്ലോ ബ്രില്യൻ്റ് മാർക്കിംഗ് പോയി. കാരണം വെരി ഇൻട്രസ്റ്റ് ആയിട്ട് മാറും വെൻ സ്പീക്കിംഗ് അബൌട്ട് ടു തിങ്സ്. അപ്പൊ അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ടു തിങ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആദ്യത്തെ കാര്യത്തെ കുറിച്ച് പറയുന്നത് ഫോർമർ, രണ്ടാമത്തെ കാര്യം ലേറ്ററും പറയും. ഇൻ ദി അബൌട്ട് ടെസ്റ്റ് ദ ഫോർമർ റെഫർ നോൺ EU students, whereas the later refer EU students. To introduce variety when the staffing figures, the writer uses the words express relationships. For example, more than twice as many, more than 4 times many, twice as numerous as, less than half a total number of. അപ്പോൾ ഈ വൊക്കാബുലറീസ് ആണ് നമുക്ക് നോവറിൽ ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. സോ വി ആർ വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഈ ഗ്രാഫിലേക്ക് നോക്കിയിട്ട് അനിതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹൗ മെനി പോയിന്റ്സ് വരാം. ഇതിനകത്ത് ഒരു 5 മേജർ എക്സ്പോർട്ടിംഗ് കൺട്രീസിനെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് 5 എക്സ്പോർട്ടിംഗ് കമ്പനീസ്. അതിനകത്ത് ഏറ്റവും ഹൈ ആയിട്ട് 2008 വരെ വന്നിരിക്കുന്നത് ജർമ്മനിയാണ് എക്സ്പോർട്ടിങ്ങിന്. എന്നിട്ട് അത് ഡ്രോപ്പ് ഔട്ട് ആയി. പിന്നെ സിമിലർലി പറഞ്ഞു കഴിഞ്ഞാല് ചൈന സെയിം തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസ് ആണ്. ഒരു പാരലായിട്ട് വന്നു, അതും വലിയ വ്യത്യാസം പറയാനില്ല അതിനെപ്പറ്റി. കാരണം ഏറ്റവും ഹൈ ഒരു പീക്ക് ലെവൽ 2008 തന്നെ, എല്ലാവരും തന്നെ പീക്ക് ലെവൽ 2008 ആണ് എല്ലാവരുടെയും. അത് നല്ലൊരു പോയിന്റ്. അത് പിന്നെ എല്ലാവർക്കും സ്ലൈറ്റ് ഡീവിയേഷൻ ആണ് താഴോട്ട്. അതെ, അത് 2008 നല്ലൊരു പോയിന്റ് തന്നെ. നമുക്കൊരു പ്ലംറ്റഡ് എന്ന് പറയാൻ ഉള്ളത് ജർമ്മനിക്കാണ്. പിന്നെ ഒരു പിന്നെയും താഴോട്ട് പോയിരിക്കുന്നത്. അല്ല, ജർമ്മനി പച്ച കണ്ടോ, അതാണ് നന്നായിട്ടൊന്ന് താഴോട്ട് പോയത്. ബാക്കി എല്ലാവരും ഒരു സ്ലൈറ്റ് ഒരു ചെറിയ വേരിയേഷൻസ് എല്ലാവർക്കും വന്നിരിക്കുന്നു തോന്നുന്നു കമ്പാരിറ്റീവ്. ഈ മെയിൻ്റെ താഴത്തേക്ക് പോയിട്ടുണ്ട്. നല്ലൊരു പോയിന്റ് അത്. പിന്നെ ഒരു നടുക്കത്തെ പാരഗ്രാഫിലൊക്കെ വരുമ്പോഴത്തേന് മറ്റേ ചൈനയ്ക്ക് ഒക്കെ ആയാലും ചൈനയും ഫ്രാൻസും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വലിയ ഡിഫറൻസ് വരുന്നില്ല. അത് ഏറ്റവും താഴത്തെ 2 ലൈൻ നീലയും പിന്നെ ബാക്കി 3 കൺട്രികളാണ് ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്നത്. ജർമ്മനിയും USA, ജർമ്മനി, USA, ചൈന, ആ 3 കൺട്രി അല്ലേ അടുത്തടുത്ത്. അതെ, ഇവിടെ ഒരു ക്രോസിംഗ് പോയിന്റ് വന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ?
ഏതാ ഇത് നമ്മുടെ ചൈന കയറി വന്നതല്ലേ? ചൈന ശരിയാണ്, ഒരു നല്ലൊരു കയറ്റം വന്നിട്ടുണ്ട് അപ് ടു 2008 വരെ. അത് കഴിഞ്ഞിട്ടും ചൈനക്ക് ഒരു ചെറിയൊരു ഇതേ വന്നിട്ടുള്ളൂ, ഡ്രോപ്പ് ഔട്ട് അല്ലേ താഴോട്ട്. അത് തന്നെ. അപ്പൊ ഇവിടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? 2006 to 2007 വരെ ഒരു സ്റ്റഡി ലൈൻ വരാം, പിന്നെ അത് പീക്ക് അപ് ടു 2008 വന്നിരിക്കുന്നത്. ഒരു ചെറിയ കണ്ടോ ചൈനയുടെ, പിന്നെ അത് പിന്നെയും ഹൈ ആയി 2008ലോട്ട്. അവിടുന്ന് പിന്നെ സ്ലൈറ്റ് വേരിയേഷൻ പ്ലഞ്ച് ടു അല്ലെങ്കിൽ പ്ലഞ്ചർ ടു. പിന്നെ നമുക്ക് വേറെ ഒരു ഗ്രാഫും അടി കിടക്കുന്നുണ്ടോ? അതാ പർപ്പിൾ അടി USA അല്ലേ? ചേഞ്ച് ഇൻ എക്സ്പോർട്ട് ഫോർ കൺട്രീസ് ഫ്രം 2008 to 2000. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് വേൾഡ് ടോട്ടല്. ഓക്കെ ഓക്കെ, അത് -22.4% ആണ് ഇടുന്നത്. അത് വേൾഡ് ടോട്ടൽ ഇതിന്റെ അകത്ത് രണ്ട് ഇൻഫർമേഷൻ അല്ലേ? അത് തന്നെ. ആദ്യത്തെ ഇൻഫർമേഷൻ exporting countries exporting in billion 2006. 5 മേജർ ആയിട്ടുള്ള എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് 2008 വന്നാണ്. ഇവിടെ ചേഞ്ച് ഇൻ എക്സ്പോർട്ട് ഫോർ കൺട്രീസ് ഫ്രം 2008 to 2009. ആ എക്സ്പോർട്ടിൽ ഉണ്ടായ വ്യതിയാനങ്ങള്. അപ്പൊ അത് ഓരോ രാജ്യത്തിലല്ലേ? അപ്പൊ അത് താഴത്തേക്ക് പോയതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് തന്നെ. ഒന്ന് വായിച്ചു നോക്കാം. ദ ഗ്രാഫ് ആൻഡ് ദ ചാർട്ട് കണ്ടോ? ഇത് ഗ്രാഫും ഒരു ചാർട്ടും കൂടിയാണ്. So we need to both take into account. Give the information about 5 main exporting countries between 2006 and 2009. Summarize the information by selecting and reporting the main features and making comparisons relevant. അപ്പോ ഇത് നോക്കിയാൽ ഇത് വേൾഡിന് ടോട്ടൽ ഉണ്ടായതാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഒരു ട്രിക്ക് കൊടുത്തതുണ്ടോ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് അതിന്റെ അകത്ത് വേൾഡിലെ ടോട്ടലിന്റെ അകത്ത് 22% താഴത്തേക്ക് പോയി. അതിന്റെ അകത്ത് ചൈന 15%, ജർമ്മനി 22, USA, ജപ്പാൻ, ഫ്രാൻസ്. അപ്പോ ഇവിടെ നമ്മളെ ശരിക്കും കുഴപ്പിക്കാൻ വേണ്ടി അവര് ഈ വേൾഡ് ടോട്ടൽ എന്നുള്ളത് ഇവിടെ കൊടുക്കാതെ അത് ഈ കോളത്തിൽ കൊടുത്തിരിക്കുകയാണ്. സോ ഈ ഒരു സാധനം അടിയിൽ വരുമ്പോ വി ഹാവ് ടു വെരി കെയർഫുൾ. വെരി കെയർഫുൾ. കാരണം നമ്മളെ കൊടുക്കാൻ വേണ്ടി, കാരണം ഇതിന്റെ അകത്ത് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം കളയുക എന്ന് മാത്രമേ ഇവരുടെ ഉദ്ദേശമുള്ളൂ. കാരണം നമ്മുടെ ആ 3 മിനിറ്റിനുള്ള ആ പ്ലാനിങ് ടൈം കളഞ്ഞ് നമ്മുടെ ടൈം കൂട്ടിയെടുക്കുക. അതിപ്പോ നേരെ കൊടുത്താൽ പോരെ. സോ ദേ ആർ ട്രിക്കിംഗ് us റിയലി. അപ്പോ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്പൊ IELTS 7.5 കിട്ടി പാസ്സാവുന്ന കൊച്ചിനെ ഇങ്ങനൊരു ഗ്രാഫിനെ കുറിച്ച് അവൻ എക്സാമിന് എഴുതാൻ പ്രാപ്തനായിരിക്കണം. ഈവൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എക്സാം പോലും എഴുതാനുള്ള കഴിവ് വേണം എന്നാണ് അവർ മീൻ ചെയ്യണം അല്ലേ? അതുകൊണ്ടാണ് അവർ ട്രിക്കായിട്ട് കൊടുത്തത്. അപ്പൊ നോക്കിയേ, ഫോക്കസ് ഓൺ ദ ഡാറ്റ, ഒബ്സർവിംഗ് കീ പോയിന്റ്സ് ആൻഡ് സ്ട്രക്ചറിങ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് ഉണ്ടാക്കിയ ആളുടെ മൈക്കിളിന്റെ മനസ്സിൽ കൂടെ എന്തൊക്കെ പോയി നോക്കാം. പേപ്പർ താഴെ വരുമോ? ഇപ്പൊ വോയിസിലെ എനിക്ക് പകുതി തൊട്ട്. ഓക്കെ സാർ വായിച്ചു സാർ, എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ കാണാവോ? ശരിയാണോ? ഇപ്പൊ എനിക്ക് ഏറ്റവും മേലത്തത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുഴപ്പമില്ല സാർ, വായിച്ചു സാർ. എനിക്ക് ആ ടെക്സ്റ്റ് ഫുൾ സ്റ്റോപ്പ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഫർദർ തൊട്ടാന്ന് തോന്നുന്നു. അവിടെ തൊട്ട് എനിക്ക് കാണാം. അതാണോ? മുകളിലേക്കില്ല. ഓക്കെ മുറിഞ്ഞു പോയതുപോലെ തോന്നുക. മുകളിലേക്ക് അത് ബാക്കിൽ നിന്ന് വന്നതാ. അത് ഈ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഫിഗേഴ്സ് എന്നുള്ളതിന്റെ ബാക്കി. അപ്പൊ the first point to notice that
that the figures are given in billions of US dollars, it would be serious error to fail to use billions in your test. First trick namukku paniyanda. Furthermore, given the fact that the task was a manageable amount data, you should be able to deal with the most of the data within the case. However, you still need to identify those key points which must be included in your writing in order to avoid your score being lowered. Clearly, at the point clearly, all countries need to be mentioned and most significant changes to describe. It is important that note that under 2008, all countries experienced a growth in the exports. But similarly, after 2008, all countries suffered a decline. That's നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ് അല്ലേ? പക്ഷെ നമ്മൾ ആ വാക്ക് നമുക്ക് ആവശ്യമാണ് കേട്ടോ, ഡിക്ലൈൻ. China needs to be dealt with fully because it is the country that third of the list of the major exports to 6, but 2009 was the world's major exporter. Another point. You might also mention that Germany lost its position at the top of the exporter. That's what we have done. Point of Germany. The smaller bar chart needs to be included. The bar chart include which should be done in two ways. You could be include the negative growth figures from 2008 to 2009 in each country while you are writing about each one, or you could discover changes in exports expressed in percentage terms. Percentage negative growth. You might want to deal with the main bar chart in a single paragraph, preferably. ഒരു adverb കൊടുത്തിരിക്കുന്നു. You could split it into two paragraphs. The first paragraph will deal with the period of 2006-2008. The second paragraph 2008-2009. രണ്ട് രീതി നമുക്ക് എഴുതാം അല്ലേ? അവർ അങ്ങനെ ഒരു പോയിന്റ് വന്നേക്കാണ്. Another possibility to be deal with the top 3 exporters, mainly China, Germany, USA, in one paragraph and leave Japan, France for a subsequent paragraph. Always are accepted because they are logically divide up the data. നോക്കാം എങ്ങനെയാണ് പോയിന്റ്സ് അവർ പുറത്തെടുത്തത് നോക്കാം. ഈ സർക്കിളിൽ കൊടുത്തിരിക്കുന്നത് ചൈന മൂവ്ഡ് തേർഡ് പ്ലേസ് ടു ഫസ്റ്റ് പ്ലേസ്, നൗ ടോപ്പ് എക്സ്പോർട്ടർ. അപ്പൊ ചൈനയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇനി എൻഡിങ് പോയിന്റ്. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ലൈൻ ഗ്രാഫ് ആണെങ്കിൽ നമുക്കൊരു പോയിന്റ് പറയാവുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും. അപ്പോ ഇതിന്റെ അകത്ത് നോക്കുമ്പോൾ ശരിയാണ്, ഇത്രയും വന്നിട്ട് ചൈന കണ്ടു, നമ്മൾ ആ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നോട്ട് ചെയ്തില്ലെങ്കിലും വി നോട്ട് സം അതർ വേസ് ഉണ്ട്. നമ്മൾ മറ്റേതിൽ ആ പോയിന്റ് നോക്കിയായിരുന്നു, അതിന് ആ പോയിന്റ് പിക്ക് ചെയ്തായിരുന്നു. രണ്ടാമത് നോക്കുക, അത് മതി എഴുതാ, അങ്ങനെ ഒരു പോയിന്റ് പിക്ക് ചെയ്തെടുത്താൽ മതി. So we don't want to too much worry about that things. Japan and France are far behind. അത് നമ്മൾ പിക്ക് ചെയ്തായിരുന്നു അല്ലെ, അതായത് പിക്ക് ചെയ്തിരുന്നു. ഈ കോർത്ത് രണ്ടാമത്താണത്, അത് നമ്മൾ അതിന്റെ നല്ലോണം പിക്ക് ചെയ്തിരുന്നത്. China's export declined the least between 2008 to 2009. അത് ഇവിടെയാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ 2006 to 2009 ഉണ്ട്, ഇവിടെ 2008 to 2009 മാത്രമേ ഉള്ളൂ. ആ ഒരു വർഷത്തെ മാത്രമേ ഉള്ളൂ. എപ്പോഴും അടിയിൽ ബാർ ചാർട്ട് വരുമ്പോ അത് നമ്മുടെ മെയിൻ സാധനത്തിന്റെ അകത്തുള്ളതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ട് വരാൻ പോകുന്നത്. സോ നമ്മളത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പോയിന്റ് 2008 ഇത് നമ്മൾ നല്ലപോലെ നോട്ട് ചെയ്യണം. കാരണം ടോട്ടൽ നമ്മുടെ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, അതിനകത്ത് ഒരു വർഷത്തെ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഏത് 2008 ഉണ്ടായ സംഭവങ്ങൾ അപ്പോ ആക്ച്വലി ഇത്രയും കാലഘട്ടത്തിലുണ്ടായ
ഈ കാലഘട്ടം ഉണ്ടായ സംഭവം ആ ബാർ ചാർട്ടിൽ കൊടുത്തിരുന്നു നെഗറ്റീവായിട്ട്. സോ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പോയിന്റ് അതിന്റെ ക്ലിയർ ആയിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എഴുതുന്ന ലാംഗ്വേജിലേക്ക് പോകാം. ഇത് മാത്രമേ നമുക്ക് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടായുള്ളൂ. ബട്ട് നൗ വി ഗോട്ട് ഐഡിയ ഹൗ ടു ലുക്ക് ബിക്കോസ് നമ്മൾ ഇന്നത്തെ എല്ലാ നമ്പേഴ്സും നമ്മൾ നോക്കണം. ഓക്കെ, ഇത് നോക്കുക. ദി ഡാറ്റ ഷോസ് എക്സ്പോർട്ട് ഗ്രോത്ത് ആൻഡ് ഡിക്ലൈൻ ഇൻ 5 മേജർ എക്സ്പോർട്ട് നേഷൻസ് 5 years period 2009 ആൻഡ് ചേഞ്ച് ഇൻ എക്സ്പോർട്ട് എക്സ്പ്രസ് ഇൻ ദ പെർസെന്റേജ് ഫോർ 2009 ഫ്രം ദ പ്രീവിയസ് ഇയർ. കണ്ടോ, ആ കൊടുത്ത ട്രിക്ക് നോക്കിയാതാ 2009 to 2008 കൊടുത്താൽ മതി. പക്ഷെ ഫ്രം ദ പ്രീവിയസ് ഇയർ പറഞ്ഞ രീതി കണ്ടോ, ട്രിക്കി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് അത് എന്താ വെച്ചാൽ നമ്മുടെ ആ എഴുതാനുള്ള കപ്പാസിറ്റിയാണ് അവർ കാണിച്ചിരിക്കുന്നത്. വി നോ ദി ഗ്രാഫിക്കൽ ലാംഗ്വേജ്. അടുത്ത് നോക്കുക. It is noticeable that all 5 countries had an increase in exports from 2006 to 2008, with Japan, France seeing steady growth while exports in China, Germany and USA expanded the stronger pace. നമ്മള് വേഗിലി ആ പോയിന്റ് അകത്ത് നമ്മൾ പോയായിരുന്നു അല്ലേ? പക്ഷെ ഈ ഒരു വാക്ക് നമ്മൾ നോക്കണ്ട ഇവിടെ, എക്സ്പാൻഡഡ്. പിന്നെ എന്താ പറഞ്ഞേ, സ്ട്രോങ്ങർ പ്ലേസ്. പിന്നെ ഗ്രോത്ത്. പിന്നെ വൈഡ് എക്സ്പോർട്സ്. During this period from 2006 to 2008, കണ്ടോ, ഈ ഡ്യൂറിംഗ് ദ പീരിയഡ് ആക്ച്വലി ഈ സെന്റൻസിന്റെ അവസാനം പറഞ്ഞതാ. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഗ്രാഫിന്റെ ഒരു സ്റ്റൈലിന്റെ അത് വരാൻ വേണ്ടിയിട്ട് ആ പ്രിപ്പോസിഷൻ താഴ്ത്തിയുള്ള സംഭവം ആദ്യം കിട്ടും. എന്നിട്ട് കോമ കൊടുത്തു. നമ്മൾ കണ്ടാണ് ബാസ്കറ്റ് ആദ്യം വെച്ചേക്കണം. ജർമ്മനി വാസ് ദ മേജർ എക്സ്പോർട്ട് നേഷൻ. അത് നമ്മൾ നല്ല നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്ടിങ് അപ്രോക്സിമേറ്റ്ലി $1 billion with goods, with worth of goods, closely followed by USA. കണ്ടോ, ഈ ഒരു ലാംഗ്വേജ് ശ്രദ്ധിച്ചോ, ക്ലോസ്ലി ഫോളോഡ് ബൈ USA, with China lagging in 3rd place at $950 billion. Very very important. 3rd പ്ലേസിലേക്ക് തള്ളി കിട്ടും. ഇൻ ദ കോൺട്രാസ്റ്റ്. അപ്പൊ അതിൻ്റെ അകത്ത് അവിടെ ഇൻ ദ കോൺട്രാസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്ന പോയിന്റും അതുപോലത്തെ ഒരു പോയിന്റ് ആയിരുന്നു അല്ലെ? അപ്പൊ കണ്ടുപിടിച്ച പോയിന്റ് നോക്കിയേ, ഫ്രാൻസ് ആൻഡ് ജപ്പാൻ എക്സ്പോർട്ടർ ഫാർ ലെസ് ദാൻ ടോപ്പ് 3 കൺട്രീസ്. അത് എഴുതേക്കണ ആ വിധം അതൊന്ന് നോക്കിയേ. നമ്മൾ നോക്കിയ സംഭവം അത് ഫ്രാൻസും ജപ്പാനും താഴത്തെ എക്സ്പോർട്ട് കുറവാണ് നമ്മൾ എഴുതി. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാതെ ഫാർ ലെസ് ദാൻ ദി ടോപ്പ് കൺട്രീസ്. അപ്പോ അത് അവിടെ കമ്പയർ ചെയ്ത് വെച്ചേക്കുക. സോ in 2008 saw a significant change in export fortunes for the 5 countries. ആ രണ്ടാമത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ഡിക്ലൈൻഡ് ഷാർപ്ലി. ഈ വാക്കാണ് ഇത് ഉപയോഗിച്ചിരുന്നു. നമ്മൾ നോക്കിയിരുന്നു. ജർമ്മനീസ് എക്സ്പോർട്ട് ഡിക്രീസ്ഡ് ഇൻ മോസ്റ്റ് ഡ്രമാറ്റിക് ഫാഷൻ. ആ വാക്ക് നമ്മൾ ആ മോസ്റ്റ് ഡ്രമാറ്റിക് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പാരിസൺസ് നമ്മൾ കണ്ടാണ്. ഓർമ്മയുണ്ടോ? നമ്മൾ ആ സെന്റൻസ് കമ്പാരിസൺ പഠിച്ചതിന് നമ്മൾ മോസ്റ്റ് ഉപയോഗിക്കുന്ന ആ ഒരു നമ്മൾ നോക്കിയിരുന്നത് by 2009 and its exports were lower than China's. കമ്പയർ ചെയ്തിരിക്കുക. ലോവർ ദാൻ, ഡിക്രീസ്ഡ്. അടുത്ത് നോക്കിയേ, ഫോഴ്സിങ് ഇറ്റ് ടു സെക്കൻഡ് പ്ലേസ്. നമ്മൾ ഒരിക്കലും ഈ ഒരു ഫോഴ്സിങ് ഇറ്റ് എന്നുള്ള വാക്കാണ് അവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. സെക്കൻഡ് പ്ലേസിലേക്ക് വന്നു. വിത്ത് ദി കൗണ്ട് ഡൗൺ കണ്ടോ, വീണ്ടും പ്രപ്പോസൽ സ്റ്റാർട്ട് ചെയ്തേക്ക അവര്. China's export were blue mark, but it was only country though whose export were 2009 noticeably exceeded those of 2006. അപ്പോൾ എക്സീഡഡ് വന്നു. അപ്പൊ ബേസിക്കലി നമുക്ക് എന്താ വേണ്ടേ, ഈ സെന്റൻസിന്റെ നമുക്ക് സെന്റൻസ് ഫോർമേഷൻ നമുക്ക് ഏകദേശം അറിയാം. നമ്മുടെ സെന്റൻസിന്റെ അകത്ത് വരേണ്ട ഒക്കാബിൾസ് നമ്മൾ നോക്കേണ്ടത്. സോ ഈ ഒക്കാബിൾസ് വെച്ചുകൊണ്ട് സിമ്പിൾ സെന്റൻസ് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. ബിക്കോസ് ദേ വാണ്ട് ദിസ് ഒക്കാബിലിറ്റി there. Turning in the percentage change in export 2000 compared to the previous year, comma. ബാസ്കറ്റ് ഫ്രണ്ട് വെച്ചേക്ക.
All 5 nations had negative growth. Exactly the complex sentence ആ ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജെറിന്റെ സ്റ്റാർട്ടിങ് ആണ്. In fact, comma, sentence നോക്കിയേ, the world as a whole suffered fall 24.4% volume in exports, and even the most successful exporter, China, saw a drop. ആ വാക്കുണ്ടോ? Drop. ഇവിടെ നോക്കിയേ, ഈ മോസ്റ്റ് സക്സസ്ഫുൾ എക്സ്പോർട്ടർ ആ കമ്പയർ ചെയ്ത സംഭവം അത് നമുക്ക് കണ്ട സെൻസ് അത്. All other countries experience decline. അപ്പൊ എല്ലാ കൺട്രിയിലും എക്സ്പ്ലെയിൻ ചെയ്തു എക്സീഡ്സ് ഓഫ് 15%. അതിന്റെ അകത്ത് അവര് ആ ഒരു 15% ഒരു പോയിന്റ് എടുത്ത് നോക്കിയേ. കാരണം നമ്മൾ ആ മാർക്ക് ചെയ്ത ആ 15% ആ ചൈനയുടെ കേസിൽ അവരെടുത്ത് പറഞ്ഞ സംഭവം ഒരു ഒറ്റ പോയിന്റ് അവര്, പക്ഷെ ആ പോയിന്റ് എടുത്തെങ്കിലും ആ പോയിന്റ് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ വൊക്കാബുലറിയാണ്. ഡിക്ലൈൻസും വന്നിട്ടുണ്ട്, എക്സസും വന്നിട്ടുണ്ട്. അതാണ് എന്റെ ലാംഗ്വേജ്. ഓവറോൾ, കോമ, the trend during this period reflects success of the Chinese export, while 2008 data reveals how exports fell in all countries listed. Okay, ഇവിടെ ഈ ഇതൊരു എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന സംഭവമാണത്. നമുക്കത് അവിടെ ഇല്ലെങ്കിലും ഡസൻ മാറ്റം. കാരണം ഇതിപ്പോ തന്നെ വാക്കുകൾ 150 കൂടുതൽ പോയിട്ടു. നമ്മൾ അതും കൂടെ നോക്കണം കേട്ടോ. കാരണം നമ്മൾ എഴുതാൻ പോകുമ്പോഴും 150 വാക്കിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിർത്തേരെ. സിമ്പിൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. The text above adopted the full approach dealing. നമുക്ക് അതിന്റെ ആൻസറിന്റെ കമന്റ് നോക്കാം. 2006-2008. അപ്പൊ 2006-2008 വരെയുള്ള ടോട്ടൽ ഗ്രാഫ് അതിന്റെ അകത്ത് വന്നിരിക്കുന്ന 2008 ഒരു വർഷത്തെ ഗ്രാഫ്. The next paragraph followed by describing 2008-2009 changes in percentage terms. It is important to have some sort of overarching statement or overview. This does not necessarily to have to be last sentence. Frequently can be. The examiner will be looking at your such an overview task 1 responses. Once again, data. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട മെയിൻ ആയിട്ട് പഠിക്കേണ്ട വൊക്കാബുലറി എന്തൊക്കെ നോക്കിയേ. വൊക്കാബുലറി നോട്ട്, ഗ്രോത്ത്, സ്റ്റഡി ഗ്രോത്ത്, നെഗറ്റീവ് ഗ്രോത്ത്, ഡിക്ലൈൻ, experience decline, expanded, and fell. Note the complexity of sentences in the text. Some simple sentences are acceptable, but you should aim to write complex sentences linked with a word like but, while, demonstrate above. അപ്പോ ഗ്രാഫ് എഴുതാനായിട്ട് നമുക്ക് ഒരു 10 സിമ്പിൾ സെന്റൻസും ഒരു 3 കോംപ്ലക്സ് സെന്റൻസും മതിയാവും അല്ലെ. പക്ഷെ ആ സെന്റൻസുകളുടെ അകത്ത് നമുക്ക് ഒരു തെറ്റും വരാനും പാടില്ല. അതിന്റെ അകത്ത് വരേണ്ട വൊക്കാബുലറി ഇത് തന്നെ ആയിരിക്കണം. നമ്മുടെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന വൊക്കാബുലറി നമ്മളതിന് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് അടുത്ത ഒരു ഗ്രാഫ് നോക്കാനിതാ. ഷെർണ നോക്കിയോട്ടോ. ഒരു 2 മിനിറ്റ് ഇരുന്ന ഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്താ മനസ്സിലായെന്ന് നോക്കിയേ. അത് ഗ്രാഫ് വായിക്കാൻ 3 മിനിറ്റ് സമയമുള്ളൂ. 2 minutes take the read ഗ്രാഫ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായി നോക്കാം. Right. Okay, ഞാൻ ഇനി ആ ഗ്രാഫ് ഒന്ന് വായിക്കാം. The chart and tables. ഓക്കെ, അപ്പൊ ഞാൻ താഴത്തേക്ക് പോകുമ്പോൾ കാണാൻ പോകുന്ന ഒരു ചാർട്ടും ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്. ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. Below give information about the world internet usage in 2012. 2012
വേൾഡിൽ ഇന്റർനെറ്റിന്റെ യൂസേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സമ്മറൈസ് ഇൻഫർമേഷൻ. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ജോബ് എന്നിട്ടാ സെലക്ടിങ്, സെക്കൻഡ് ജോബ് എന്നിട്ടാ റിപ്പോർട്ടിംഗ് മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് മേക്ക് കമ്പാരിസൺസ് വെർ എവർ റിലവന്റ്. മെയിൻ ഹെഡിങ് വന്ന് നോക്കിയേ, വേൾഡ് ഇന്റർനെറ്റ് യൂസേജ്. ഓക്കെ, ഗുഡ്. അത് തന്നെ ഹെഡിങ് കൊടുത്ത് നോക്കിയേ, വേൾഡ് ഇന്റർനെറ്റ് യൂസേഴ്സ് ബൈ ജിയോഗ്രാഫിക് ലൊക്കേഷൻ ഇൻ 2012. ഇവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് പോയി നോക്കുമ്പോ യൂസേഴ്സ് ഇൻ മില്യൺസ്. അത് മനസ്സിലായി. അപ്പോ ജിയോഗ്രാഫിക് ലൊക്കേഷൻ 2012 വേൾഡില് ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ്. ഏഷ്യയിലാണ്, ഏഷ്യ എന്ന് പറഞ്ഞ കളറാണ്, 1076 ഇൻ മില്യൺസ്. അപ്പൊ 1076 മില്യൺ അല്ലെ. ഇത് 518 മില്യൺ. ആ വാക്ക് ശ്രദ്ധിക്കുക, കാരണം നമ്മളെ ശരിക്കും ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ മില്യൺസ് എഴുതിയിട്ടില്ല. നമ്മുടെ ആൻസർ നമുക്ക് മസ്റ്റ് ആയിട്ട് മില്യൺസ് കാണിക്കണം അല്ലെ. അതുകൊണ്ട് ദേ ട്രിക്കിംഗ് us. 518, 274 മില്യൺ, 255 മില്യൺ. ആഫ്രിക്കയില് 1167 മില്യൺ. ഏറ്റവും കുറവ് ഓസ്ട്രേലിയയില് 24 മില്യൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. 2012 ഇന്റർനെറ്റ് ആൾക്കാർ കയറി കണ്ടത് ഇത്രയും സ്ഥലങ്ങളാണ്, മില്യൺ ആൾക്കാർ, ഇത്രയും മില്യൺ ആൾക്കാർ കണ്ടത് മനസ്സിലായി. അതിന് താഴത്തേക്ക് വീണ്ടും നോക്കിയേ, percentage of population who used internet in 2012. 27%, 63.2% യൂറോപ്പില്, 78%, 42%, 15%, 40%, 60%. ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയ വാക്കിലേക്ക്, യൂറോപ്പ്, ഏഷ്യയിലുള്ള പോപ്പുലേഷനില്, വാക്ക് ശ്രദ്ധിക്കുക, പോപ്പുലേഷനില് 25% ആൾക്കാരാണ് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഓൾ യൂറോപ്പിലുള്ള പോപ്പുലേഷനില് 67% ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ യൂസേജ് നോക്കുമ്പോ ഏഷ്യയാണ് മുന്നിൽ. അത് പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ നോക്കുമ്പോ യൂറോപ്പാണ് മുമ്പിൽ. കണ്ടോ ഹൗ ദേ ആർ ട്രിക്കിംഗ് us. അതിൻ്റെ അകത്ത് വേറൊരു ഗ്രാഫ് കൊടുത്തിട്ടാണ് ഗ്രോത്ത്. Percentage increase in internet users between 2000 and 2012. അപ്പൊ എത്ര വർഷത്തെ ഉണ്ട്? 12 വർഷത്തെ അല്ലേ. ഇൻക്രീസ് ഇൻ 2000 and 2012. 12 കൊല്ലത്തെ ഉപയോഗമാണ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. എന്ത് ഗ്രോത്ത് ഉണ്ടാക്കുന്നത് നോക്കിയേ, ഇന്റർനെറ്റ് യൂസേഴ്സ്. അപ്പൊ അത് പോപ്പുലേഷനെ ബേസ് ചെയ്തല്ല കേട്ടോ. വീണ്ടും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ തന്നെ അവർ കൊടുത്തിരിക്കുകയാണ്. സോ നൗ വി ക്ലിയർലി ഗോട്ട് ദാറ്റ് ഐഡിയ. എന്താണ് നമുക്ക് ഈ രണ്ടും കൂടെ കൂടി പറയുന്നത് നമ്മൾ കണ്ടു അല്ലെ. ഇതിന്റെ അകത്ത് 2012 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് 10 വർഷത്തെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഇനി ഇതിനകത്ത് എന്തെല്ലാം പോയിന്റ് എടുക്കാം? ആദ്യത്തെ നമുക്ക് ഏഷ്യയുടെ എടുക്കാം, വേൾഡ് ഇൻ യൂസേഴ്സ് ജോഗ്രഫിക് ലൊക്കേഷൻ. ഓക്കെ, അത് ഹൈ ആയിട്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് പറഞ്ഞ ഓസ്ട്രേലിയയുടെ എടുക്കാം. ഓക്കെ, ഏറ്റവും ലീസ്റ്റ്. പിന്നെ പോപ്പുലേഷൻ, പിന്നെ ഒരു സിമിലാരിറ്റി ഉള്ളത് നോർത്ത് അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും 2004 255. ഓക്കെ, that's a good point. പിന്നെ
പിന്നെ ഏകദേശം ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റും സിമിലാരിറ്റി പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് അവർ തമ്മിൽ. 90 മാസത്തിൽ വരുന്നുണ്ട്, എന്നാലും പോയിന്റ് മെൻഷൻ ചെയ്യാം. അത്രയും പോരെ അതിനകത്ത്, കാരണം മറ്റേ രണ്ടും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ടേ. മതി, നമുക്ക് അത്രയും പോയിന്റ് മതി നമുക്ക്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കിപ്പോ കോൺഫിഡന്റോടെ എഴുതാൻ പറ്റുന്ന പോയിന്റ് നമുക്ക് കിട്ടി അല്ലേ? That's enough. We got the confidence, we can present that data in front of somebody. That's important. Okay. ഇതിന്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംഭവങ്ങളായിട്ട്? അല്ല, ഇതിനകത്ത് കമ്പാരിസൺ വരുന്നതാണെങ്കിൽ ഈ രണ്ട് രാജ്യം വരത്തില്ല. മീൻസ് ആദ്യത്തെ നോർത്ത് അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും കാര്യം കമ്പയർ ചെയ്യാം, സിമിലർ അത് പറയാം. പിന്നെ ഏറ്റവും ഹൈയസ്റ്റും ലീസ്റ്റും പറയാം. പിന്നെ മറ്റതൊക്കെ വേണമെങ്കിൽ ചുമ്മാ മെൻഷൻ ചെയ്ത് വിടാന്നേ ഉള്ളെന്ന് തോന്നുന്നു. മറ്റു നമുക്ക് തൽക്കാലം ഇത്രയും മതി. എന്റെ കാര്യം പറയാൻ നമുക്ക് 150 സെന്റൻസ് എഴുതാൻ മതി, 150 വേർഡ്സ് എഴുതാൻ മതി കേട്ടോ. നമുക്ക് എല്ലാം കമ്പയർ ചെയ്യാൻ വേണ്ട, വി ജസ്റ്റ് വാണ്ട്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇതിപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ പറയണ്ട, കാരണം പറഞ്ഞാൽ ഇത് ആ ആള് കണ്ടാണ്. ഇപ്പൊ ഞാൻ കണ്ടത് ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ അത് കമ്പയർ ചെയ്യാൻ പോവാണെങ്കിൽ അതിന്റെ കമ്പയർ ചെയ്യാൻ യാതൊരു ബന്ധം ഉണ്ടാവില്ല. സെറിൻ കമ്പയർ ചെയ്യാൻ പോവാണെങ്കിൽ യാതൊരു. പക്ഷെ നമുക്ക് ജസ്റ്റ് വാട്ട് ഹീസ് പ്ലാനിങ്. ഇൻ കേസസ് വേർ യു ഹാവ് 3 sets of data, 3 set of data ഉണ്ട്, you must take a great care that you take information from the all 3. A failure to deal with none of the smaller tables of data will increase or reduce the band. കണ്ടോ? നമുക്ക് ഇതിനകത്ത് ഈ ഒരു പേടിയല്ല നമുക്ക് ആവശ്യം. നമുക്ക് ക്ലിയർ ആയിട്ട് അത് വായിച്ചിട്ട് മനസ്സിലായെന്ന് നമുക്ക് ആവശ്യം കേട്ടോ. നമ്മൾ ക്ലിയർ ഡിസ്കസ് നമുക്ക് മൊത്തം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നോട്ട് 2 ഈ വാക്ക് ചോദിച്ചോ, 2 നമ്മൾ ഇതിന് പല സ്ഥലങ്ങളിൽ 2 ഉപയോഗിച്ച് കണ്ടു അല്ലെ? That the legend specify internet users in millions. There's a great deal of information that task chunking because it's very important. As in all writing tasks, the structuring of information is a vital part of the task. It would be unwise to choose one region area, merely describe its data in mechanical fashion before moving into next area. This will lower your score. Our score out of chance data pick. If you can group region in some of the logical way, it will be noted and credited by the examiner. In this task, it would be sensible to deal with the Asia and Europe in terms of users, percentage, penetration, and growth. Then the group next there will be the areas, namely North America, Africa, together finally dealing with the Middle East and Australia. ഏകദേശം അതിന്റെ അടുത്തൊക്കെ നമ്മൾ പോയിരുന്നു അല്ലെ? നോക്കിയിരുന്നതിനകത്ത് ഓൾവേസ് ലുക്ക് ഫോർ റിലേഷൻ ബിറ്റ്വീൻ ദി ഡാറ്റ. എപ്പോഴും ഡാറ്റകൾ തമ്മിലുള്ള ബന്ധം നോക്കുക. എക്സാമ്പിൾ, വി കുഡ് നോട്ട് that Asian internet users were double because of European internet users, rather than starting Asian internet users were 1,700 million, while European internet users were 580 million. Similarly, you must say the growth in European market users 393% was less half than the Asian counterparts. It is important to bear in mind that your writing should not be overburdened by too many figures. അത് നമുക്ക് ട്രിക്കാട്ടോ. കാരണം ഇതിനകത്ത് ഒരുപാട് ഫിഗർ നമുക്ക് എഴുതാനുണ്ട്, പക്ഷെ ഒരുപാട് ഫിഗർ എഴുതാൻ പാടില്ല. Tricking us because the task says that you must select the main features. നമ്മളെന്താ പറഞ്ഞേ, ആ മെയിൻ ഫീച്ചേഴ്സ് മാത്രം എടുക്കാനേ പാടുള്ളൂ. അപ്പോ നമുക്ക് കുറെ ഇൻഫർമേഷൻ കൊടുക്കാനും പാടില്ല. നമുക്ക് നോക്കാം. ഈ പിക്ചറിലേക്ക് നോക്കിയേ, നമ്മൾ എടുത്ത ഡാറ്റ ഒക്കെ ശരിയാണെന്ന് നോക്കിയേ. ഇതിന്റെ അകത്ത് സ്കോർ കൊടുത്താൽ നോക്കുക. ഇതാണ് സ്കോർ കൊടുത്തിരിക്കുന്നത്. ഏഷ്യ ഇന്ത്യയുടെ യൂസേഴ്സ് ടോയ്സ് ദോസ് ഇൻ യൂറോപ്പ്. അതിന്റെ അകത്ത് ആ ഭാഷ ശ്രദ്ധിക്കുക, ടോയ്സ് ദോസ് ഇൻ യൂറോപ്പ്. സോ ഹി ഈസ് പ്ലാനിങ്, ഹി ഈസ് റൈറ്റിംഗ് ദ തിങ്സ് ഔട്ട്സൈഡ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നമുക്ക് നമ്മുടെ ഗ്രാഫിൽ ഇങ്ങനെ കൂളായിട്ട് വരയ്ക്കാം കേട്ടോ.
ആദ്യത്തെ വര വരച്ചു നമ്മള്, ആദ്യത്തെ പോയിന്റാണ് വരച്ചിട്ടു. രണ്ടാമത്തെ പോയിന്റ് ഫാർ ലോവർ നമ്പേഴ്സ് ദാൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഇതാണ് അടുത്ത പോയിന്റ്. അടുത്ത നോക്കുക, ദി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പെനിട്രേഷൻ. കണ്ടോ, ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് penetration of population world. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് 78%, ഏറ്റവും ലോവസ്റ്റ് 15.6%. പിന്നെ നോക്കിയ ദ സ്ട്രോങ്ങസ്റ്റ് ഇന്റർനെറ്റ് യൂസർ ഗ്രോത്ത്. നമ്മൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെ സംഭവത്തെ കുറിച്ച് അല്ലേ. പക്ഷെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടാലും നമ്മളത് ഈ ഭാഷ എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ മാക്സിമം ഇതിന്റെ ഒക്കാബിലിറ്റീസ് വേണം. നമുക്ക് അതിന്റെ നമുക്കൊരു ഐഡിയ കിട്ടിയ സംഭവത്തിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഒരു പോയിന്റ് എടുത്തിട്ടുള്ളൂ, ഇതിനകത്ത് 2 പോയിന്റ് എടുത്തിട്ടുള്ളൂ, ഇതിന്റെ അകത്ത് ഒരു പോയിന്റ് 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. The data provides 3 sets of information, namely the figures for the number internet users by region, percentage of the people in those regions who use internet, and growth over 2-year period from 2000 to 2012. ഇത് കണ്ടോ, ഈ ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ ദ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് ദ യൂസേഴ്സ്. ഇതുണ്ടോ, ഇവിടെ ആ പ്രപ്പോസിഷൻ ഓഫ് ഫ്രേസിനെ അവർ കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് അതിന്റെ അത് കോമ കൊടുത്തിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഏഷ്യ വാസ് ദ ഫാർ ബിഗ്ഗസ്റ്റ് ഗ്രോത്ത് വിത്ത് മില്യൺ. ഇവിടെ 0.000 ഇട്ട് വെക്കരുത് കേട്ടോ. കാരണം നമുക്കവിടെ വാക്കാണ് നമുക്ക് ആവശ്യം, അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എഴുതാതെ ആവശ്യം കേട്ടോ. ഞാൻ ഓർക്കണ്ട ഒരു കൊച്ചിങ്ങനെ വളരെ കാര്യമായിട്ടൊരു മില്യൺ എഴുതുക. അല്ല, അങ്ങനെ എഴുതി കാണിക്കാം. 2 വട്ടം മില്യൺ എഴുതി കഴിഞ്ഞ് 3ാമത്തെ വട്ടം നമുക്ക് 0 ഇട്ട് കാണിക്കാം. കാരണം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മളെ തീരെ അടിച്ചല്ലേ. അതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. Okay. Now uses which drafts the next largest region, Europe, at 518 million users, half of the Asian users. കണ്ടോ, അത് ചെറിയൊരു സെന്റൻസ് ആണ്, പക്ഷെ അത് നമുക്ക് ഒരുപാട് മീനിങ് തരുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ വാക്ക് തൊട്ടാ ഹാഫ് ഓഫ് ദ ഏഷ്യൻസ്, അതാണ് അതിന്റെ വൊക്കാബുലറി. ഓക്കെ, നെക്സ്റ്റ് ലാർജസ്റ്റ് റീജിയൻ, അതാണ് അടുത്ത വൊക്കാബുലറി. However, internet penetration was only 27.5% of population, whereas Europe with less users saw 63% population connected. In contrast, ഇതിന്റെ അകത്ത് പെർസെന്റേജ് കൊടുത്തു കഴിയുമ്പോൾ പെർസെന്റേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു സെന്റൻസിൽ ഒരു ഐഡിയയുടെ ബാക്കി വരാവുള്ളൂ. The internet users from 2000 to 2012 grew strong the rate of 840% white growth as the more modest of the 393%. ഈ സെന്റൻസിൽ ഓക്കെ, അവരത് ആ അർത്ഥം വെച്ച് നോക്കുമ്പോ അവർ അതിന്റെ അകത്ത് സെന്റൻസ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോ ആ ഡാറ്റ എടുത്തിട്ട് എല്ലാ ഡാറ്റയും എടുത്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അത് പെർസെന്റേജ് ആയ രീതി നമുക്ക് ഇമ്പോർട്ടന്റ്. പക്ഷെ അതിന്റെ അകത്ത് നമുക്ക് അറിയാൻ പാടാത്ത വാക്കുകളൊന്നുമില്ല. ബട്ട് വി ഹാവ് ടു യൂസ് ദിസ് കൈൻഡ് ഓഫ് ദി ഗ്രോത്ത്, മോർ മോഡസ്റ്റ്. നോർത്ത് അമേരിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് ആഫ്രിക്ക ഹാഡ് significantly smaller base respectively. However, only North America had a large percentage of the population who used internet, 78.6%. Less than half of the Latin American population used internet in 2012, while only 15.6% of the Africans were connected to the internet. Interestingly, for those both American and African, the growth rate, okay, in the growth rate of the important, were extremely strong, with the former
നമ്മൾ കുറച്ചു മുമ്പ് കണ്ടോ ഫോർമറിന്റെ ഉപയോഗം നമ്മൾ വരും അല്ലെ. അതിനുശേഷം ലാറ്റർ അതിന്റെ ഉപയോഗം നമ്മൾ കണ്ടു. അത് staggering 36.6%. The Middle East and Australia had significantly smaller number of internet users in 2012, but achieved a good penetration to 40%, 2% and 67% respectively. Middle East in particular also had very dramatic increase in users 2012 at the 20-60%. ഈ എസ് കുറച്ച് ടഫാ. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് നമ്പേഴ്സും ഒരുപാട് കാര്യങ്ങളും 3 ഗ്രാഫിനെയും ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഇങ്ങനെ എഴുതണമെന്നില്ല. ഇപ്പൊ അനിത എടുത്ത പോയിന്റ് തന്നെ നമുക്ക് ഈ വൊക്കാബിലിറ്റി എഴുതി വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഇത് 150 വാക്ക് കൂടുതലുണ്ട്. ഇവിടെ വരെ മതി നമുക്ക് ആക്ച്വലി അല്ലെ. 250 വാക്ക് കൂടുതലുണ്ട് സംഭവം. അവര് പബ്ലിഷ് കൊണ്ട് ഉപയോഗിക്കണം, കുഴപ്പമില്ല. നോട്ട് ദാറ്റ് പാരഗ്രാഫിംഗ് അങ്ങനെ കമന്റ്സ് നോക്കാം. വെൽ അച്ചീവ്ഡ് ബിക്കോസ് ദ റൈറ്റർ ഹാസ് പ്ലാൻഡ് ദ റൈറ്റിംഗ് കെയർഫുള്ളി, ഗ്രൂപ്പ് റീജിയൻ ഇൻ ലോജിക്കൽ വേ. നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് വളർത്തുകയാണ്. ആ സ്കില്ല് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരുന്ന നല്ല വായിച്ച് പഠിക്കുന്നത് കേട്ടോ. നമുക്ക് വളർത്തിയെടുക്കുന്ന സ്കില്ല് എന്നിട്ടാ ലോജിക്കൽ വേയിൽ നമ്മൾ സംഭവം നോക്കിയെടുക്കാനാണ്. Comparison each paragraph all over the 3 sets of the data. In a good practice to round off the writing by finishing off with concluding paragraph that mentions significant trend gives a sense of the writer has been bigger picture. Simple statement regions group. Always try to demonstrate your ability to use vocabulary. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഓൾവേസ് അറ്റംപ്റ്റ് ടു ഡെമോൺസ്ട്രേറ്റ് യുവർ എബിലിറ്റി ടു യൂസ് വൊക്കാബുലറി. ദാറ്റ് ഈസ് എ ലിറ്റിൽ അൺയൂഷ്വൽ ഓർ ലെസ് അൺകോമൺ. അപ്പൊ നമ്മുടെ ഗ്രാഫ് എഴുതാണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകേണ്ട കാര്യം എന്തുട്ടാ, ഗ്രാഫിന്റെ വൊക്കാബുലറീസ് ഐ ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ടു ദം. അതാണ് നമ്മുടെ കഴിവ് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ കോംപ്ലക്സ് സെന്റൻസസ് ആർ എവിഡന്റ് വിച്ച് ഇസ് എസെൻഷ്യൽ ഇഫ് യു വിഷ് ടു അച്ചീവ് ഹൈ ബാൻഡ്. കോംപ്ലക്സ് സെന്റൻസ് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഒന്നിലെ ബാസ്കറ്റ് ഫ്രണ്ട് വെച്ചുണ്ടാക്കുക, ബാസ്കറ്റ് ബാക്കി വെച്ചുണ്ടാക്കുക, പ്രിപ്പോസിഷൻ ഫ്രണ്ട് വെച്ചുണ്ടാക്കുക, ബാക്കി വെച്ചുണ്ടാക്കുക. നടുക്ക് വെക്കണ്ട, നടുക്ക് വെക്കാൻ മതി ഇപ്പോഴത്തെ സംഭവം എനിക്ക് തോന്നല. അപ്രോപ്രിയേറ്റ് ഉപയോഗിക്കുക. ഹവർ, whereas, but, while. Once again the words respectively, the former and the latter. കണ്ടോ, ഈ ഫോർമറും ലാറ്ററും നമ്മൾ കഴിഞ്ഞ ഗ്രാഫിലും അത് കണ്ടിരുന്നു. ഇവിടെ ഇമ്പോർട്ടന്റാ. വിൽ ബി നോട്ട് ബൈ എക്സ്. ഇത് നമുക്ക് നാളെ നോക്കാം. ഇപ്പൊ ഞാൻ ഇത്രയും ഗ്രാഫ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു കപ്പിൾ ഓഫ് ടൈംസ് ഇരുന്ന് വായിക്കുക കേട്ടോ. ഫേസ്ബുക്കിലാണോ? ഫേസ്ബുക്കില് ഷെറിന് ഞാൻ ഒരു ഗ്രാഫും കൂടെ ഷെറിന് വായിച്ചു തരാം. നമ്മള് ആ ഷെറിന് മിസ്സായെന്ന് തോന്നുന്നു. ഇത് അല്ല സാർ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടോളാം. ഓക്കെ, ഞാൻ ഇപ്പൊ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. അവിടെ ഒരു 15 മിനിറ്റ് കാരണം ഒന്ന് കൺവേർട്ട് ചെയ്യണം. കണ്ടോളാം. ഓക്കെ.